ഹലോ ഡിയർ ഫ്രണ്ട്സ്, ലണ്ടൻ ബ്രോഡ് ഏറ്റവും ഇതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീം വിഷയെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ യങ് പ്രൊഫഷണൽ സ്കീമിന്റെ ബാലറ്റ് റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒട്ടേറെ പേർക്ക് ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടാവാം. അപേക്ഷിച്ച കുറെ പേര് ഇപ്പോൾ സന്തോഷത്തിലായിരിക്കാം. അപ്പൊ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നതിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് UK ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീമിൽ ബാലറ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ കാണുക. നിങ്ങൾക്ക് എന്താ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോട്ട് എടുക്കാം. UK ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീമിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് സന്തോഷകരമായിട്ടിരിക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പൊ ഇനി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ആദ്യമേ ഈ ഒരു വിസ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് ഇന്ത്യയിൽ നിന്ന് UK ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റ്, IELTS UT പോലെ ഇംഗ്ലീഷ് ടെസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ UK എത്തിച്ചേരാൻ പറ്റുന്ന സുവർണ്ണ അവസരമായിരുന്നു UK ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറയുന്നത്. അത് ഈ 2026 ഫെബ്രുവരി 17 മുതൽ 19 വരെയുള്ള 3 ദിവസങ്ങളിലായിരുന്നു ഇതിന്റെ ബാലറ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ബാലറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് UK വരാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അപ്പോൾ അത് യാതൊരു സ്പോൺസർഷിപ്പ് വിസയും ആവശ്യമില്ലാതെ UK വരാൻ പറ്റും. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ബാലറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ പെട്ടെന്ന് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചാണ്. ആദ്യമായി ഓർക്കേണ്ട കാര്യം സമയപരിധിയാണ്. ബാലറ്റിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും 90 ദിവസത്തിനുള്ളിൽ ആവശ്യമായ ഡോക്യുമെന്റുകളെല്ലാം നിങ്ങൾ സമർപ്പിച്ച് വിസ ഫയൽ ചെയ്തിരിക്കണം. നിങ്ങൾ ഒട്ടും സമയം കളയാതെ നടപടികൾ തുടങ്ങുക തന്നെ വേണം. ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. 2530 പൗണ്ട് ഏറ്റവും കുറഞ്ഞ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ബാങ്ക് ബാലൻസ് കാണിച്ചിരിക്കണം. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്ത് വരും കേട്ടോ. അത് തുടർച്ചയായിട്ട് 28 ദിവസം കാണിച്ചിരിക്കണം. അതേപോലെ വിസയ്ക്കായിട്ട് നിങ്ങൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നിങ്ങൾ മെയിൽ എന്തായാലും വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. പാസ്പോർട്ട് സേവാ കേന്ദ്രം വഴി അയക്കുന്ന PCC സർട്ടിഫിക്കറ്റ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്, സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. മെഡിക്കൽ ടെസ്റ്റ്, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് TB ടെസ്റ്റ് ആണ്. UK വരുന്ന, ഇന്ത്യയിൽ നിന്ന് UK വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇനിയിപ്പോൾ ഡിപ്പെൻഡന്റ് വിസയിലാവട്ടെ, സ്റ്റുഡന്റ് വിസയിലാവട്ടെ, ഏത് വിസയിൽ വരുന്ന ആൾക്കാരും TB ടെസ്റ്റ് റിസൾട്ട് എടുത്ത് വെച്ചിരിക്കണം എന്ന് നിർബന്ധം. അത് UK അംഗീകരിച്ച മെഡിക്കൽ സെന്ററുകളിൽ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. അതൊക്കെ ചിലപ്പോൾ മെയിലിൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. പറഞ്ഞല്ലോ, ഡിഗ്രി ഉണ്ടെങ്കിൽ UK വരാൻ വേണ്ടി പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇതെന്ന്. അപ്പൊ നിങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്തായാലും നിർബന്ധമായും നിങ്ങൾ ഡോക്യുമെന്റിൽ കരുതേണ്ടതാണ്. അതേപോലെ നിങ്ങൾ കോഴ്സ് ഇംഗ്ലീഷിലാണ് പഠിച്ചത് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കരുതേണ്ടതാണ്. ഫീസ് 319 പൗണ്ട്, IHS സർചാർജ് 1552 പൗണ്ട്. അതുപോലെ തന്നെ VFS സെന്ററുകളിലൊക്കെ ചിലപ്പോൾ ചെറിയ സർവീസ് ചാർജ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് ഇതൊക്കെയാണ് ചെലവുകൾ വരുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പോലും വിസ നിരസിക്കാൻ കാരണമായേക്കാം. അപ്പൊ നിങ്ങൾ ഈ ബാലറ്റിലെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട് നിങ്ങൾക്ക് വലിയൊരു ലോട്ടറി അടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾ ചെറിയ അശ്രദ്ധ മൂലം ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ്റ്റേക്ക് വന്നൊരു വിസ റിജക്ട് ചെയ്യപ്പെടരുത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്യാദി കാര്യങ്ങൾ ഇതിലൊന്നും ശരിക്കും ഒരു ഏജൻസിയുടെയോ ഒന്നിന്റെ ആവശ്യമാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം മെയിൽ ത്രൂ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ UK സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഗവൺമെന്റ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നതിലോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ഏജൻസികളെ മറ്റും സമീപിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നു. അതായത് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ ഇമെയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഡേറ്റുകൾ മാറിപ്പോവാതിരിക്കുക. ചിലപ്പോൾ ചില ടെൻഷൻ കൊണ്ട് നമ്മൾ ഡേറ്റ് ഒക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ്, ഈ UK യങ് പ്രൊഫഷണൽ സ്കീം വഴി ബാലറ്റ് പേപ്പർ വഴി തെരഞ്ഞെടുക്കപ്പെട്ട് UK എത്തിയ ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചാണ് കേട്ടോ. അതായത് ഈ ഒരു വിസയിൽ UK എത്തിക്കഴിഞ്ഞാൽ ജോലി ഉണ്ട് എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. ജോലി ഉറപ്പാണ് എന്ന് എവിടെയും പറയുന്നുമില്ല. UK എത്തിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം തികഞ്ഞു എന്നും അർത്ഥം വരുന്നില്ല. അതായത് ഈ ഒരു ബാലറ്റ് എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് നിങ്ങൾക്ക് UK വരാൻ വേണ്ട ഒരു വിസ മാത്രമാണ്. UK വന്നിട്ട് നിങ്ങൾ തന്നെ 2 വർഷം മാത്രമേ ഈ കാലാവധിയുള്ളൂ. ഈ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ തന്നെ ജോലി കണ്ടെത്തണം, സ്വിച്ച് ചെയ്യണം. അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടാവാം, അതെല്ലാം നിങ്ങളുടെ മൊത്തം ഉത്തരവാദിത്തമാണ്. ഇവിടെ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധം ഉണ്ടായിരിക്കണം. അപ്പൊ അതിനാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതൽ സമയം ഉൾക്കൊള്ളിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കൂട്ടമാണ് UK വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, യുവാക്കളുടെ ഒരു കൂട്ടം. അതായത് 30 വയസ്സിൽ താഴെയുള്ള, 18-30 വയസ്സിൽ താഴെയുള്ള ഒരുപാട്, ഈ പറഞ്ഞ 3000-ഓളം പേർക്കാണ് ഈ ഒരു ബാലറ്റ് പേപ്പറിൽ UK വരാൻ വേണ്ടി സാധിക്കുക. അതിൽ ഈ ആദ്യത്തെ ബാലറ്റ് 2400 പേരൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത്രയും ആൾക്കാർ, ഇന്ത്യയിൽ നിന്നുള്ള യുവാക്കളായിട്ട് ആൾക്കാർ നിങ്ങൾക്ക് മത്സരത്തിലുണ്ടാവും. മാത്രമല്ല, മറിച്ച് ഇതേപോലെ തന്നെ UK ആദ്യമേയുള്ള സ്റ്റുഡന്റ് വിസയിൽ വന്ന ആൾക്കാർ, നഴ്സുമാരുടെയൊക്കെ ഹസ്ബൻഡുമായിട്ട് വന്ന ഡിപ്പെൻഡന്റ് വിസയിലുള്ള ആൾക്കാർ, തുടങ്ങി മറ്റു വിസയിൽ വന്ന ആൾക്കാർ, ഇതേപോലെയുള്ള ആൾക്കാരെല്ലാം നിങ്ങൾക്ക് അവിടെ മത്സരത്തിലുണ്ടാവും.
ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരും മത്സരത്തിനുണ്ടാവും. ഇതിൽ പല രാജ്യങ്ങളിലെ ആൾക്കാരും ഓൾറെഡി അവരുടെ മാതൃഭാഷ ഇംഗ്ലീഷ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് നൈജീരിയ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഓൾറെഡി ഇംഗ്ലീഷ് ആയിരിക്കും അവർ സംസാരിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് അത് വലിയ വിഷയമായിട്ട് വരില്ല. നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് അത് ഇവിടെ വരുമ്പോൾ അത്തരം ആൾക്കാരോടൊക്കെയാണ് മത്സരിക്കേണ്ടത് എന്ന് ആദ്യമേ നിങ്ങൾ മനസ്സിരുത്തി ക്ലിയർ ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് അതായത് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് വലിയൊരു സമുദ്രത്തിലേക്കാണ്. അപ്പൊ നിങ്ങൾ അതിൽ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരിക്കലും ട്രൈ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. അത് മാത്രമല്ല, ഈ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു സ്പോൺസർഷിപ്പ് വിസ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒട്ടേറെ പേർ ഈ ഒരു ഉദ്യമത്തിൽ പരാജയപ്പെട്ട് വിഷമത്തോടെ തിരിച്ചു പോയിട്ടുണ്ട്. എങ്കിലും ഇതിലിപ്പോൾ തിരിച്ചു പോകുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടൊന്നും വരാൻ സാധ്യതയില്ല കേട്ടോ. കാരണം എന്താണ്, താരതമ്യം ഏറ്റവും കുറഞ്ഞ ചെലവാണ് ഈ ഒരു വിസയിൽ UK എത്തുക എന്നുള്ളത്. പല ആൾക്കാരും പഠിച്ച് സ്റ്റുഡന്റ് വിസയിലൊക്കെ വരുമ്പോൾ ഒരുപാട് ക്യാഷ് ചെലവാക്കിയിട്ട് വന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെയാണ് ഇവിടെ വന്നിട്ട് ആ ഒരു കടം പോലെ വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ ഒരുപാട് വിഷമത്തോടെ പലരും അവരുടെ അനുഭവ കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലി ലഭിച്ചിട്ടില്ലെങ്കിൽ ലഭിച്ച ജോലി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആദ്യമേ നിങ്ങൾ ചെറിയൊരു കാര്യത്തിൽ തുടങ്ങാം. നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്ന ജോലി ലഭിച്ചോളണമെന്നില്ല. അപ്പൊ UK ഒരു സ്ഥിതിയും ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ ലാംഗ്വേജും ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും രീതികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ജോബുകൾ ആദ്യം ചെയ്യുക. ആദ്യമേ വന്ന ഉടനെ ചെറിയ ചെറിയ ഏജൻസികളെ ബന്ധപ്പെടുക. ഏജൻസികളെ ബന്ധപ്പെട്ട് നിങ്ങളുടെ റെസ്യൂമുകൾ കൊടുക്കുക, നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യുക, കിട്ടാവുന്ന ജോലികൾ ചെയ്യുക. അപ്പൊ റെസ്യൂം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആദ്യമേ പറയട്ടെ, നമ്മൾ ഇന്ത്യൻ സ്റ്റൈൽ റെസ്യൂമുകൾ ഇവിടെ പെട്ടെന്ന് നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റെസ്യൂം UK സ്റ്റൈലോട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ സാധാരണ നമ്മുടെ റെസ്യൂമിലേക്ക്, നാട്ടിലെ റെസ്യൂമിലേക്ക് ഫോട്ടോ ഉണ്ടാവും, ജനനത്തീയതി ഉണ്ടാവും, നമ്മളുടെ മതം ഉണ്ടാവും, അല്ലെ? UK സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മതമോ ജനനത്തീയതിയോ ഒന്നും ഇവർ ചോദിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ആവശ്യമില്ല. ഫോട്ടോയും ആവശ്യമില്ല. അതേപോലെ അത് UK സ്റ്റൈലിലോട്ട് മാറ്റുക. അതേപോലെ ഒരുപാട് ഒട്ടേറെ സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ UK സ്റ്റൈലിലോട്ട് മാറ്റാൻ പറ്റിയ ഓപ്ഷൻസ് കിട്ടും. അല്ലെങ്കിൽ ജെമിനി പോലെയുള്ള, ChatGPT പോലെയുള്ള ആപ്ലിക്കേഷനുകൾ ട്രൈ ചെയ്താൽ നമ്മളുടെ റെസ്യൂം കൊടുത്തിട്ട് അത് UK സ്റ്റൈലിലോട്ട് മാറ്റാൻ പോലെ അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ LinkedIn പോലെയുള്ള പ്രൊഫഷണൽ സൈറ്റുകളിലൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ആവുക. UK ജോലി തരാൻ ഏറ്റവും മികച്ച സൈറ്റുകൾ കുറച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. Indeed നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ LinkedIne കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. LinkedIn നിങ്ങൾ അപ്ഡേറ്റ് ആവുക. Glassdoor ഉണ്ട്. Glassdoor നിങ്ങൾ എല്ലാ കമ്പനികളെ കുറിച്ചും അവരുടെ ശമ്പള രീതിയെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റിയൊരു സൈറ്റാണ്. ആരോഗ്യ മേഖലയിൽ താല്പര്യമുള്ള ആൾക്കാർ NHS ജോബ്സ്, അതേപോലെ ട്രാക്സ്, ഈ ആപ്പുകളിലൊക്കെ ഈ സൈറ്റുകളിലൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ NHS ജോബ്സ്, അതേപോലെ NHS പ്രൊഫഷണൽസ് ഉണ്ട് കേട്ടോ. NHS ജോബ്സ്, അതേപോലെ തന്നെ ട്രാക്ക് ജോബ്സ്, അതേപോലെ NHSP അഥവാ NHS പ്രൊഫഷണൽസ്. ഇത് മൂന്ന് ആപ്പാണ്. ഇത് മൂന്നും NHS ജോബ്സിനുള്ള കേട്ടോ. അപ്പോൾ NHS ജോബ്സ്, NHS ട്രാക്ക് ജോബ്സ് എന്നൊക്കെ പറയുമ്പോൾ NHSലെ ഹെൽത്ത് കെയർ സംബന്ധിച്ച ജോബുകൾക്കും അതേപോലെ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലൊക്കെ ജോലി ചെയ്യാൻ പറ്റും. ഈ പാർട്ട് ടൈം ജോബുകൾക്ക് കിട്ടാൻ വേണ്ടി NHS പ്രൊഫഷണൽസ് അഥവാ NHSP എന്ന സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ UK അനുമതി ഉണ്ടാവും. അപ്പോൾ നിയർ ബൈ ആയിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികളെ കണ്ടിട്ട് നമ്മൾ അവരുമായി സംസാരിച്ച് നിങ്ങൾ CV നൽകിയിട്ട് നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ അത് അനുസൃതമായിട്ട് രീതിയിലുള്ള ജോബുകൾ ഉണ്ടെങ്കിൽ അവരുമായി ടൈ അപ്പ് ചെയ്തിട്ട് നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ഇവിടെ നാട്ടിലെ പോലെ നമ്മുടെ ഇവിടുത്തെ ഏജൻസികൾക്ക് ക്യാഷ് അങ്ങോട്ട് കൊടുക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണല്ലോ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് നമ്മൾ 1 മാസം ശമ്പളം കൊടുക്കണം എന്നൊക്കെ പറയാം. ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല. അത് ഫ്രീ ആണ്. അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ക്യാഷ് പേയ്മെന്റ് കൊടുക്കുന്നത് കമ്പനികളാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ജോബ് കിട്ടാൻ ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം. സ്പോൺസർഷിപ്പ് വിസ കിട്ടാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ടെസ്കോസ് പോലെയുള്ള ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ ഇവിടെയുണ്ട്. ടെസ്കോ ഉണ്ട്, മോറിസൺസ് ഉണ്ട്, ആൽദി ഉണ്ട്, അസ്ദ ഉണ്ട്, സെയിൻസ്ബറി ഉണ്ട്. അങ്ങനെ ഒരുപാട് മോറിസൺസ് പോലെയുള്ള ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ അടുത്തുണ്ടാവും. അവിടെയൊക്കെ പോയിട്ട് ജോബ് അന്വേഷിക്കുക. അവിടെയൊക്കെ ജോബ് സൈറ്റുകളിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക. നേരിട്ട് പോയിട്ട് അന്വേഷിച്ച് മാനേജറെ കണ്ട് സംസാരിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ അവരെല്ലാം നേരിട്ട് പോയി സംസാരിച്ചാലും അവർ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ മെയിൽ അയക്കാൻ വേണ്ടിയായിരിക്കും പറയുക. അവിടെ സൈറ്റിൽ പോയിട്ട് സൈറ്റിൽ തന്നെ അപ്ലൈ ചെയ്യുക. സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ ഇന്റർവ്യൂ പോലെ തന്നെ ഉണ്ടാവും. ചെറിയ അസസ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഈ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവും. നിങ്ങളത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അവർ വിളിക്കുന്നതനുസരിച്ചിട്ട് ഇന്റർവ്യൂവിന് പോയിട്ട് അറ്റൻഡ് ചെയ്യും. UK എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യത്തെ കുറച്ച് മാസങ്ങൾ, കുറച്ച് ദിവസങ്ങൾ കഠിനമായിരിക്കും. ലാംഗ്വേജിന്റെ കാര്യത്തിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലും ജോലി കിട്ടാത്ത ടെൻഷനും നമ്മളിങ്ങനെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഇതൊക്കെ അതിജീവിച്ച് ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് ഇത്രയും ഇതിനെ കുറിച്ചൊന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ബാലറ്റ് റിസൾട്ട് വന്നപ്പോൾ ജസ്റ്റ് ഇത് പറയണമെന്ന് തോന്നി. വന്ന ശേഷം എന്ത് എന്നതിനെ കുറിച്ച് ആലോചിക്കാതെ UK എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ വിസ അപ്ലിക്കേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾ എവിടേക്കാണ് വരുന്നത് ആ ഏരിയയിലെ ജോബുകളെ കുറിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല നിങ്ങൾ മാക്സിമം ലണ്ടൻ ഏരിയയിലോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇവിടെയൊക്കെ ഭയങ്കര ടൈറ്റ് ആണ്, ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്.
സാമ്പത്തികമായിട്ടും ഒരുപാട് ഫിനാൻഷ്യലി ഒരുപാട് ചെലവുകളുള്ള ഒരു ഏരിയയാണ് ലണ്ടൻ ഏരിയ ഒക്കെ എന്ന് പറയുമ്പോൾ. അപ്പോൾ കുറച്ച് ഉള്ളിലോട്ട് പോവുക, എന്നാൽ ഒരുപാട് ഉള്ളിലോട്ട് പോവാതിരിക്കുക. ഒരുപാട് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ എന്താ പ്രശ്നം വെച്ചെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും യാത്രാ സൗകര്യം കുറവായിരിക്കും, ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് അക്കോമഡേഷൻ ഒക്കെ പ്ലേസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ലണ്ടൻ പോലുള്ള ഏരിയകൾ വന്നാൽ ഇതെല്ലാം ഓക്കെ, യാത്രാ സൗകര്യമൊക്കെ മിനിറ്റ് മിനിറ്റ് ബസ് ഉണ്ടാവും, പക്ഷേ അക്കോമഡേഷനും റെന്റ് കൂടുതലായിരിക്കും. അപ്പോൾ രണ്ടിന്റെയും മിനിമം ഇടയിൽ, ഒരുപാട് ദൂരം ലണ്ടൻ വിട്ട് പോവാതെ എന്നാൽ ലണ്ടന്റെ ഇടയിലുള്ള ഒരു സ്ഥലങ്ങൾ നിങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ജോലി ലഭിക്കാനും എളുപ്പമായിരിക്കും, യാത്ര ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പൊ യങ് പ്രൊഫഷണൽ സ്കീമിൽ വിസ കിട്ടിയ എല്ലാ ആൾക്കാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വീണ്ടും എടുത്തു പറയുകയാണ്, ഇത് കിട്ടിയ ഉടനെ നിങ്ങൾ എല്ലാം ആയി എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഘട്ടം പാസ്സായി എന്ന് തന്നെ പറയാൻ പറ്റും. എന്തായാലും ഈ ഒരു ഘട്ടം പാസ്സായല്ലോ, എല്ലാവർക്കും ആശംസ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ യങ് പ്രൊഫഷണൽ സ്കീം വഴി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും, അതേപോലെ യങ് പ്രൊഫഷണൽ സ്കീമിൽ പങ്കെടുത്ത എല്ലാവർക്കും അയച്ചു കൊടുക്കുക, അവർക്ക് ഉപകാരപ്രദമാവട്ടെ. അതേപോലെ ഇനിയും യങ് പ്രൊഫഷണൽ സ്കീമിനെ കുറിച്ച് അറിയാതെ അയ്യോ അത് മിസ്സാക്കിയെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കണ്ട, ഇനി അടുത്ത 6 മാസം കഴിഞ്ഞ് ജൂലൈയിലൊക്കെ വീണ്ടും ഈ യങ് പ്രൊഫഷണൽ സ്കീം വരും. നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി, വരുന്നതനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.